അനുമോള് ശരിക്കും പറഞ്ഞ ഈ ഗ്രാൻഡ് ഫിനാലെ അടുത്തു വരുന്ന ദിവസമായപ്പോഴത്തേക്കും അതിനുള്ള കണ്ടസ്റ്റൻസ്, അതായത് മുന്നേ ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാം അതിനകത്ത് കയറിയപ്പോഴത്തേക്കും എന്തോ പോലൊരു അവസ്ഥയിലാണ്. അതായത് എന്തോ പുറത്തുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു വളരെ വലിയ തോതിലുള്ള ഒരു ആകാംക്ഷയിൽ ഓരോരുത്തരുടെ പിറകെ നടക്കുന്നതായിട്ട് ലൈവ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ഇന്നലെ തന്നെ അത് വ്യക്തമായിരുന്നു. അത് മാത്രമല്ല, ഒരു പേടി അനുമോളുടെ ഉള്ളിലുണ്ട്. എന്താണ് പുറത്ത് നടക്കുന്നത്, ആരായിരിക്കും വിജയത്തിലെത്തുക, അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ ആരൊക്കെ വരും എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു തരം വെമ്പൽ കൊള്ളുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലരോടും ചോദിക്കും, കാരണം ബാക്കി ആരെയും തന്നെ അവിടെ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ ആരെയും തന്നെ ആ ഒരു തരത്തിൽ കാണുന്നത്. പക്ഷെ അനുമോക്ക് ഒരു പ്രത്യേക ഒരു താല്പര്യം പോലെ ഇതൊക്കെ അറിയാനായിട്ട്. അത് ശരിക്കും പറഞ്ഞ അനുമോക്ക് തുടങ്ങിയതെന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് ഓരോ ഘട്ടത്തിലുള്ള വീഡിയോസ് അവരെ ഈ പറയുന്ന ആക്ടിവിറ്റി റൂമിലേക്ക് വിളിച്ച് കാണിച്ച് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും അനുമോക്ക് എന്തോ ഒരു ഇതില്ലാത്താണ്. അതായത് ബാക്കിയുള്ളവരൊക്കെ നല്ല സന്തോഷത്തിൽ ഇറങ്ങി, അനുമോക്ക് അത്ര അങ്ങോട്ട് ഇത് പിടിക്കുന്നില്ലാത്തതാണ്. കാരണം എനിക്ക് തോന്നുന്നത് അനുമോളെ ആ ഒരു തരത്തിൽ അധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അനുമോളെ സംസാരിക്കുന്നത് അതാണ് വ്യക്തമായത്. കാരണം ഇത് ഇന്നലെ നടന്ന ഒരു കാര്യമാണ്. അതായത് ഇന്നലെ ആക്ടിവിറ്റി റൂമിൽ പോയി വന്നതിന് ശേഷം അനുമോൾ ആകെപ്പാട് ഡള്ളായിരുന്നു. ഈ പ്രവീണിന്റെ അടുത്താണെന്ന് തോന്നുന്നു. അവിടെ സോഫയിൽ ഇരുന്നു കൊണ്ട് അനുമോള് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ. അതായത് അനീഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അനീഷേട്ടൻ ഇനി കപ്പടിക്കുമോ എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ചോദ്യങ്ങളും ഒരു ആംഗ്യ ഭാഷയൊക്കെ തന്നെ അനുമോളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ അനുമോള് പറയുന്ന ചില കാര്യങ്ങൾ തന്നെ ഉണ്ട്. അതായത് എനിക്കും തോന്നി, കാരണം ഇവിടെ വന്നവരുടെ രാവിലത്തെ ആ ഒരു സംസാരവും പുകഴ്ത്തലും ഒക്കെ കണ്ടപ്പോൾ, അത് മാത്രമല്ല ഇപ്പോ ഈ വീഡിയോയും കൂടി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ബോധ്യമായി എന്നുള്ള തരത്തിലുള്ള ചില സംസാരങ്ങളൊക്കെ അനുമോക്ക് ഉണ്ടായിരുന്നു ഈ പ്രവീണിന്റെ അടുത്ത്. ഇന്നലെ വൈകിട്ട് ഇരുന്ന് സംസാരിച്ച ഒരു ടോക്കിങ്ങിലാണ് ഞാനത് കേട്ടതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രവീൺ തന്നെ ചോദിക്കും, ഇത് ആര് പറഞ്ഞു, നീ എങ്ങനെ അറിഞ്ഞു എന്നുള്ള തരത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ ആകെപ്പാടെ ഇങ്ങനെ ഇരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോൾ എന്തിനാണ് ഇങ്ങനെ ഇത്ര ഇതായിട്ടൊക്കെ ഇങ്ങനെ പേടിക്കുന്നത്? താൻ ചെയ്ത കാര്യത്തിൽ തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അറിയത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അനുമോള് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അനുമോള് തന്നെ എന്തോ ഞാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്തത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് പൂർണ്ണമായിട്ടും ബോധ്യമായത് ഇന്നത്തെ ഒരു സീനും കൂടെ കണ്ടപ്പോഴാണ്. അതായത് ഇന്ന് ലൈവില് വീണ്ടും ബിഗ് ബോസ് കുറെ അധികം മാസ് സീൻസ് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവര് അതിൻ്റെ അകത്ത് വന്ന് തൊട്ട് ഈ ഇത്രയും ദിവസം ചെയ്ത കാര്യങ്ങളെല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. ഒരു മാസാക്കി എടുത്തുകൊണ്ട് ഒരു വീഡിയോ ആക്ടിവിറ്റി റൂമിൽ എല്ലാവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതിന് ശേഷവും അനുമോള് ആര്യന്റെ പിറകെ നടന്ന് ഓരോന്ന് ചോദിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ആര്യൻ തിരിച്ച് റിപ്ലൈ നൽകുന്നുണ്ട്. അതായത് ചെറിയ സൗണ്ടിലൊക്കെയാണ് സംസാരിക്കുക. ആരും തിരിച്ച് റിപ്ലൈ പറയുന്നത് ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ അനീഷ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ചിലപ്പോൾ നിന്റെ കൂട്ടുകാരിയും ആവാം എന്നുള്ള തരത്തിൽ അവക്കും ഒരിതുണ്ട് എന്നുള്ള തരത്തിലും ആര്യം പറയുന്നുണ്ട്. അപ്പൊ വേറെ ആരുടെയോ കാര്യം പറയുന്നത്. അപ്പൊ ആര്യം പറയണത് അതില്ല, അത് ഔട്ടാവും, അല്ല അത് ടോപ്പ് 5 വരും, പക്ഷെ അത് കപ്പടിക്കത്തില്ല എന്നുള്ള തരത്തിൽ ഇത്ര 8-9% വോട്ടൊക്കെ ഉള്ളൂ എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അത് ആരുടെ പേരാണെന്ന് അറിയത്തില്ല. നീ അത് അക്ബറിന്റെയോ ഷാനവാസിന്റെയോ മറ്റേ നെവിന്റെയോ ആതിരയുടെ പേരാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോക്ക് എന്തോ ഒരു തരം പേടിയുണ്ടോ, അല്ലെങ്കിൽ ഈ അനീഷിന്റെ കാര്യത്തിൽ അനുമോക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷൻ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ അനീഷിനെ കുറിച്ച് അവിടെ ഉള്ളവർ പറയുമ്പോഴത്തേക്കും അനുമോക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസൂയ ഉണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ബിഗ് ബോസ് ഈ വീഡിയോസ് ഒക്കെ കാണിച്ചിട്ട് പുറത്തു വരുമ്പോഴത്തേക്കും അനുമോൾ ആകപ്പാട ഒരു മാതിരിയാണ് ശരിക്കും പറഞ്ഞത്. അത് ലൈവ് കാണുമ്പോൾ മനസ്സിലാവും. ഇന്ന് കണ്ടപ്പോഴത്തേക്കും വ്യക്തമായി. അത് കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അനുമോൾ ചെയ്ത പ്രവൃത്തി അനുമോക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സോ താൻ ചെയ്തതിൽ എന്തൊക്കെയോ തെറ്റുകൾ പറ്റി, എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ പറ്റിയെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഓരോരുത്തരത്തും ഓരോന്നിങ്ങനെ ചോദിച്ച് നടക്കുന്നത് തന്നെ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അനുമോക്ക് ഇന്നലെ ബിഗ് ബോസ് കാണിച്ച ആ ഒരു വീഡിയോസും അതോടൊപ്പം തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസ്, മുന്നേ ഉള്ള കണ്ടസ്റ്റൻസ് വന്ന് അനീഷിനെ കുറിച്ച് പൊക്കി അടിച്ചതും ഒക്കെ തന്നെ അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ആര്യന്റെ കൂടി സംസാരം, അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഇന്ന് കാണിച്ച വീഡിയോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യന്റെ അടുത്ത് വന്ന് സംസാരിച്ചതും ഒക്കെ തന്നെ കാണുമ്പോഴത്തേക്കും അനുമോൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല അനുമോൾ ഈ ചെയ്യുന്ന കാര്യം വളരെ ചീപ്പ് പരിപാടിയാണ്. കാരണം ഇത് വന്നവരടുത്തെല്ലാം ഇങ്ങനെ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ ഞാൻ വേറെ കണ്ടസ്റ്റൻസിലൊന്നും ഇത്ര ഇതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അനുമോളാണ് ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നിന്നും തെളിഞ്ഞു നിന്നും ഒക്കെ ഇങ്ങനെ ഓരോന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്നത്. അത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ പിറകെ നടന്ന് ചോദിക്കുന്നതൊക്കെ ഒരുപാട് മോശം ഏർപ്പാടാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീട്ടിൽ വരാം.